അപ്പൊ തിരുമനസ് ആകാശം നോക്കിയിട്ട് പറഞ്ഞു, പൊന്നു പെരുമാള് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ഉത്സവം, അപ്പൊ ഉത്സവമാണ്, അടുത്ത ഉത്സവം ആകുമ്പോഴത്തേക്കും പെരുമാളിന് ഞാൻ ഒരു കൂര പണിയിച്ചു തീർക്കാം എന്ന് പെരുമാളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ഈ 6 മാസം കൊണ്ട് അനന്ത പത്മനാഭ മൂത്താശാരി എന്ന് പറയുന്ന ആശാരിമാരുണ്ട്. ആശാരിമാർ 5 വിധമാണ്. അപ്പൊ ഇത് മൂത്താശാരി, ആ മൂത്താശാരിയുടെ പരമ്പരകൾ പലരും ഇന്നുമുണ്ട്. ഇന്നും തിരുവനന്തപുരത്ത് തന്നെ ഓണവില്ല വരയ്ക്കുന്ന ഓണവില്ല കുടുംബങ്ങളുണ്ട്, കരമനയിലുള്ള. അവരൊക്കെ ഇതിന്റെ നേരെ ഇവരൊക്കെ ആ സ്ട്രെയിനാണ്, തലമുറകളാണ്. അപ്പൊ അവരിന്നും ഓണവില്ല വരയ്ക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ മൂത്താശ്ശേരി ആണ് ഇതിനെ മുൻകൈ. മൂത്താശ്ശേരിയുടെ കൂടെ 6000 മൂത്താശ്ശാരിമാരും 4000 പണിക്കാരും 100 ആനകള് ടേൺ എടുത്ത് അഹോരാത്രം പണി ചെയ്ത് ഇത് തീർത്തു. അടുത്ത ഇതായപ്പോഴത്തേക്ക് തീർത്തു. അപ്പൊ മഹാരാജാവിന് ഇതിൽ കൂടുതലൊരു സന്തോഷമില്ല, വളരെ വളരെ സന്തോഷം. അപ്പൊ എല്ലാം തീർത്തു കഴിഞ്ഞ് അമ്പലത്തിലേക്ക് വന്നപ്പോ ഈ തിരുമുറ്റങ്ങളുണ്ടല്ലോ, ഈ തിരുമുറ്റങ്ങൾ മുഴുവൻ പണി ചെയ്തല്ലേ, ഈ കരിങ്കല്ല പൊട്ടിയും പറഞ്ഞും ഒക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. ചോദിച്ചു, ഇതൊക്കെ മാറ്റി തിരുമുറ്റം ശരിയാക്കണ്ടേ? തിരുമുറ്റം വെള്ള മണ്ണാണ് അവിടെ ഇട്ടിരിക്കുന്നത്, വെള്ള പഞ്ചാര വെള്ളയാണ്. അത് പാലാഴി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പഞ്ചാര വെള്ള മണ്ണ് ഇട്ടിരിക്കുന്നത്. വേറൊരു നിറത്തിലുള്ള മണ്ണ് ഇടാൻ പാടില്ല. ആ വെള്ള മണ്ണാണ് ഇട്ടിരിക്കുന്നത്. വെച്ചാൽ ഇന്ന് വരെ, നാളത്തെ അറിഞ്ഞുകൂടാ, ഇന്ന് വരെ, നാളത്തെ ചിലപ്പോൾ വ്യത്യാസമാവാൻ സാധ്യതയുണ്ട്. ഏതായാലും അപ്പൊ അങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോ അവർ പറഞ്ഞു, അതിൽ ഒരാഴ്ചക്കകം എല്ലാം വൃത്തിയാക്കി കൊള്ളാൻ തിരുമനസ്സേ. ആ ശരി. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോ മോൾമുണ്ട്, പുളിയിലക്കര മുണ്ട് അഴിച്ചിട്ട് അവിടെ ഇട്ടിട്ട് തന്നെത്താനെ അവിടെ ഇരുന്നു കുറെ കല്ലെടുത്ത് ആ മുണ്ടിലെടുത്ത് വെച്ച് കെട്ടി തലയിലെടുത്ത് വെച്ച് കളയാനായിട്ട് കൊണ്ടുവന്നു തിരുമനസ്. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ പോവും. സകലരും എടുത്തു. ഒരു 4 മണിക്കൂറിന് അവിടെ മുഴുവൻ വൃത്തിയായി അവിടെ. അങ്ങനെ അപ്പൊ എന്തായാലും ഈ ആശാരിക്ക്, അനന്തപത്മനാഭ മൂത്താശാരിക്ക് ഒരു ഇതൊക്കെ ചോദിച്ചു, അങ്ങേക്ക് ഞാൻ എന്താ തരണ്ട? വീരശൃംഖല കൊടുത്തു, പട്ട് കൊടുത്തു, എന്നിട്ട് ഒന്നും തൃപ്തിയാവുന്നില്ല. അങ്ങേക്ക് ഞാൻ ഇനി എന്ത് തരണം? അപ്പൊ എനിക്കൊരു സ്ഥാനം തരണം എന്ന് പറഞ്ഞു. ആ സ്ഥാനം എങ്ങനെയാ വെച്ചാൽ എന്റെ ഇടത്തെ കണ്ണുകൊണ്ട് തേവരെയും വലത്തെ കണ്ണുകൊണ്ട് അരചനയും കാണാനായിട്ട് എനിക്കൊരു സ്ഥാനം തരാം. അപ്പൊ ശരിയെന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട് ആ സ്ഥാനത്തിൽ ആ മൂത്താശ്ശേരി നിൽക്കുന്നുണ്ട്. ആ ശിവേലി പെരയുടെ കൊടിമരമൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗം അങ്ങോട്ട് കടന്ന് നാടകശാല മുഖപ്പിലേക്ക് പോകുന്ന വഴി 2 സ്ഥലം കൊച്ചു വഴിയുണ്ട്. അവിടെ 6 തൂണുണ്ട്. അറ്റത്തെ തൂണിലും മുന്നോട്ട് നോക്കി ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിമയാണ്. ബാക്കിയുള്ള പ്രതിമകൾ പോലെയല്ല. കണ്ണ് ശ്രദ്ധിച്ചല്ലോ, 2 കണ്ണും 2 സ്ഥലത്തേക്കാണ്. ഒന്ന് ഭഗവാനെ നോക്കിയും ഒന്ന് മഹാരാജാവിനെ നോക്കി. ഈ ശിവേലി ഇങ്ങോട്ടായിരുന്നു നിൽക്കുന്നത്, ഇടത്തുവശത്താണ്. അപ്പൊ അവിടെ ഭഗവാൻ, ശിവേലി തൊഴാൻ നിൽക്കുന്ന മഹാരാജ വലത്തുവശത്ത്. അങ്ങനെ നിന്ന് വലിയ പ്രതിമയാണ്. അതിന്റെ ചുറ്റിനും അദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, മകനുണ്ട്. അതിനെ ഉപയോഗിച്ച് കോലുണ്ട്. ശരിക്കും ആ കോലിന്റെ അളവോടുകൂടി ആ കോല് കുത്തി വെച്ചിട്ടുണ്ട് അവിടെ.